കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടി നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ സർവശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയ ഭാഗ്യപദവിയോർത്ത് ഞാൻ കർത്താവിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ചിന്താവിഷയം ഒരു സഹോദരൻ എന്നോട് ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള മറുപടി ആയിട്ടുള്ളൊരു മെസ്സേജാണിത്. ചോദ്യം ഇതാണ്: സ്ത്രീകളെ സംബന്ധിച്ച് അവർ ആഭരണം ഉപയോഗിക്കുന്ന വിഷയമായി ഒത്തിരി ആളുകൾ അവരെ അപകർഷതാബോധത്തിലേക്ക് കടത്തിവിടുന്ന രീതിയിലുള്ള ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും, അതായത് പൊന്നണിയുന്നത് അഥവാ ഓർണമെൻറ്റ്സ് അണിയുന്നതിനെക്കുറിച്ചുള്ള വിഷയവും, അത് അവരെ പലപ്പോഴും അപകർഷതാബോധത്തിലേക്ക് തള്ളിവിടുന്നു. മറ്റുള്ളവരുടെ ചോദ്യത്തിന് മുമ്പിൽ അവർ പലപ്പോഴും വളരെ പ്രയാസപ്പെടുന്നത് അനുഭവിക്കുന്നു എന്നുള്ള വിഷയമായിട്ടുള്ള ഒരു ചോദ്യം. 2, അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾ അങ്ങനെ പൊന്നണിയരുത് എന്നുള്ള വിഷയമാണെങ്കിൽ, അങ്ങനെ സ്ത്രീകളെക്കുറിച്ച് മാത്രം പറയുന്നതും പുരുഷന്മാരെന്തുകൊണ്ട് അപ്പോസ്തലന്മാരെ പോലെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന പുരോഹിതന്മാരെ പോലെ താടി വളർത്തുന്നില്ല, ക്ലീൻ ഷേവ് ചെയ്യുന്നു എന്ന വിഷയത്തോടുള്ള 2 ക്വസ്റ്റ്യനാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്നോട് ചോദിച്ചിരിക്കുന്നത്. അതിന് മറുപടി എന്നോണമാണ് ഇന്നത്തെ ഈ മെസ്സേജിലേക്ക് ഞാൻ കടക്കുന്നത്. 1, ലേവ്യ പുസ്തകത്തിൽ 19-ാം അധ്യായത്തിലും 21-ാം അധ്യായത്തിലും പുരോഹിതന്മാർ വിശുദ്ധരായിരിക്കണം എന്ന്, അവർ ദൈവത്തിന് വേണ്ടി ജനത്തിനു വേണ്ടി പൗരോഹിത്യം സ്വീകരിച്ച് അവർ വിശുദ്ധിയോടെ നിന്നുകൊണ്ട് വേണം ജനത്തിൻ്റെ യാഗങ്ങൾ അർപ്പിക്കേണ്ടത്. അതുകൊണ്ട് അവർ വിശുദ്ധരായിരിക്കണം, അവരിന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ചിരിക്കണം എന്ന് ദൈവവചനത്തിൽ ദൈവം അവരോട് പറഞ്ഞിട്ട് മോശ ലേവ്യ പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, ഇസ്രായേലിനൊരു രാജാവ് ഉണ്ടായിരിക്കുമ്പോൾ രാജാവ് അനുസരിച്ചിരിക്കേണ്ട നിയമങ്ങൾ, അതുപോലെ ഓരോ കാര്യങ്ങളും ഇസ്രായേലിലെ ദൈവം എന്തെല്ലാം കൽപ്പനകൾ, ആരെല്ലാം എന്തെല്ലാം എങ്ങനെയെല്ലാം അനുസരിക്കണമെന്ന് കൽപ്പന കൊടുത്തിരിക്കുന്നുവോ അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ വിശദമായിട്ട് തിരുവെഴുത്തിൽ കാണാൻ കഴിയും. ഓരോരുത്തരും ഓരോ പൊസിഷൻ അലങ്കരിക്കുന്നവർ എന്തെല്ലാം കാര്യങ്ങൾ അനുസരിച്ചിരിക്കണമെന്നുള്ളതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് പുരോഹിതന്മാരെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിലെ പൗരോഹിത്യം എന്ന് പറയുന്നത്, രക്ഷിക്കപ്പെട്ട എല്ലാവരും പുരോഹിതന്മാരാണ്. അവർ സകല ജാതികളിൽ നിന്നും, ഭാഷയിൽ നിന്നും, വംശത്തിൽ നിന്നും, ഗോത്രത്തിൽ നിന്നും ദൈവം തനിക്കായിട്ട് വേർതിരിക്കുന്നവരാണ് പുതിയ നിയമ പുരോഹിതന്മാർ. രക്ഷിക്കപ്പെട്ട എല്ലാവരും ദൈവത്തിൻ്റെ പുരോഹിതന്മാരാണ്. എന്നാൽ അവർ അനുസരിക്കേണ്ട കാര്യങ്ങൾ പത്രോസ് വളരെ വിശദമായിട്ട് എഴുതിയിരിക്കുന്നു, അവരെന്തൊക്കെ അനുസരിക്കണമെന്ന്. പുതിയ നിയമത്തിൻ്റെ പൗരോഹിത്യം എന്ന് പറയുന്നത്, നമ്മളെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാണ് നാം. ദൈവത്തിൻ്റെ രാജകീയ പൗരോഹിത്യമാണ് ദൈവം നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്നത്. രാജാവിൻ്റെയും പുരോഹിതൻ്റെ അധികാരമാണ് രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തികൾക്കും ദൈവം നൽകിയിരിക്കുന്നത്. എന്നാൽ നാം തിരുവെഴുത്ത് പഠിച്ചു വരുമ്പോൾ തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ, 1 തിമോത്തിയോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, ആകയാൽ പുരുഷന്മാരെല്ലാവരും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവണ്ണം സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ അലങ്കരിക്കണം. പിന്നിയ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല, ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക്
ഉചിതമാകും വണ്ണം സൽപ്രവൃത്തികളെ കൊണ്ടത്രേ അലങ്കരിക്കേണ്ടത്. അപ്പോൾ ഈ പിന്നിയ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവയെക്കുറിച്ച് കാണിക്കുന്നത് ഇവിടെ മനോഭാവത്തെയാണ് കർത്താവ് കാണുന്നത്. നാം ദൈവസന്നിധിയിൽ വിശുദ്ധരായി ജീവിക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നാം ഉപേക്ഷിക്കണമോ അതെല്ലാം നാം ഉപേക്ഷിക്കണം. അവിടെ ഉപേക്ഷിക്കേണ്ടത് മാനുഷിക കൽപ്പനകളോ അല്ലെങ്കിൽ മനുഷ്യൻ പറഞ്ഞുന്ന നിലവാരത്തിലോ അല്ലെങ്കിൽ ആരുടെങ്കിലും അഭിപ്രായത്തിലോ അല്ല, മറിച്ച് ദൈവസന്നിധിയിൽ നാം വിശുദ്ധരായി തീരേണ്ടതിന് നാം ഇന്ന കാര്യങ്ങൾ അനുസരിക്കണം, ഇന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം, ഇന്ന കാര്യങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. അതാണ് ദൈവം ഇവിടെ നിന്ന് ആഗ്രഹിക്കുന്നത്. ഇവിടെ താടി രോമം വളർത്തുന്നതോ ക്ലീൻ ഷേവ് ചെയ്യുന്നതോ അതുപോലെ തന്നെ പൊന്നണിയുന്നതോ വിലയേറിയ വസ്ത്രമണിയുന്നതോ ഇതിനെയല്ല അവിടെ ദൈവം കാണുന്നത്. ആ മനോഭാവത്തെയാണ് കർത്താവ് കാണുന്നത്. അതാണ് ഇവിടെ നമുക്ക് തിമോഥെയോസിൻ്റെ ലേഖനത്തിൽ പുരുഷന്മാരെല്ലായിടവും കോപവും വാഗ്വാദവും വിട്ടകന്ന് തങ്ങളുടെ വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ കോപവും വാഗ്വാദവും ഉള്ളവർ അവരുടെ കാര്യങ്ങൾ വിശുദ്ധമായിരിക്കത്തില്ല. അപ്പോൾ അവർ വിശുദ്ധമായി ജീവിക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. നാം എഫേസ്യ ലേഖനം പഠിക്കുമ്പോൾ നിങ്ങൾ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാപനത്തിനു മുമ്പേ നിങ്ങളെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നാം വിശുദ്ധരും നിഷ്കളങ്കരുമാകണം ദൈവത്തിൻ്റെ മുമ്പാകെ. പഴയ നിയമത്തിലാണെങ്കിൽ പോലും ദൈവം പുരോഹിതന്മാരോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വിശുദ്ധരാകേണ്ടതിന് ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന്, വിശുദ്ധരാകേണ്ടതിന്. അപ്പോൾ ഇവിടുത്തെ പ്രാധാന്യമെന്ന് പറയുന്നത് നാം വിശുദ്ധരാകണമെന്നുള്ളതാണ്. പൊന്നണിയുന്നതോ അല്ല, വലിയേറിയ വസ്ത്രം ധരിക്കുന്നതല്ല പ്രശ്നം, തലമുടി പിന്നിടുന്നതല്ല പ്രശ്നം. അത് ചെയ്യുന്ന മനോഭാവമാണ് ദൈവം നോക്കുന്നത്. ആ മനോഭാവത്തോടു കൂടി, എന്ത് മനോഭാവത്തോടു കൂടിയാണ് നാം ദൈവസന്നിധിയിൽ ജീവിക്കുന്നത്, ആ മനോഭാവത്തിനാണ് മാറ്റം വരേണ്ടത്. നാം വിശുദ്ധരായി തീരണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ വിശുദ്ധരായിരിക്കും, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളെ തന്നെ ആക്കിയിരിപ്പിൻ, നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പിൻ. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ പ്രാധാന്യം പഴയ നിയമ പുരോഹിതന്മാർ താടി രോമം വളർത്തിക്കൊണ്ട് വിശുദ്ധരാകണമെന്നില്ല, മറിച്ച് അവർ പൗരോഹിത്യ വസ്ത്രം ധരിച്ചത് കൊണ്ട് അവർ വിശുദ്ധരാകണമെന്ന് നിർബന്ധമില്ല. അവരുടെ മനോഭാവമാണ് മാറേണ്ടത്. എന്തുകൊണ്ട് താടി വളർത്തണമെന്ന് ചോദിച്ചാൽ, സമൂഹം കാണുമ്പോൾ പ്രാകൃതരെന്ന് തോന്നുന്നെങ്കിലും അവരുടെ ഹൃദയം വിശുദ്ധമായിരിക്കണം. അതാണ് ദൈവം ആഗ്രഹിച്ചത്. ഈ പുതിയ നിയമ കാലഘട്ടത്തിലും നാം ക്ലീൻ ഷേവ് ചെയ്യുന്നതല്ല പ്രാധാന്യം ദൈവത്തിന്, അല്ലെങ്കിൽ നാം താടി വളർത്തുന്നതല്ല പ്രാധാന്യം, മറിച്ച് നാം വിശുദ്ധരാകണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. താടി വളർത്തിയാലും ക്ലീൻ ഷേവ് ചെയ്താലും, ഇനി പൊന്നണിഞ്ഞാലും വിലയേറിയ വസ്ത്രം ധരിച്ചാലും മുത്തുകൾ ധരിച്ചാലും എന്ത് വജ്രം ധരിച്ചാലും എന്ത് ധരിച്ചാലും ആ ധരിക്കുന്നതല്ല ദൈവത്തിന് മുമ്പാകെ വിഷയം. ആ ധരിക്കുന്ന മനോഭാവമാണ് ദൈവത്തിന് മുമ്പാകെ വിഷയമായി വരുന്നത്. അപ്പോൾ എന്ത് ധരിച്ചാലും നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ ഇന്ത്യ രാജ്യത്താണ്, മഹാരാജ്യത്താണ് ജീവിക്കുന്നത്. നമുക്കിവിടെ ഏത് വസ്ത്രം ധരിക്കാനും മാന്യമായ വസ്ത്രം ധരിക്കാനുള്ള അവകാശം നമുക്ക് തന്നിട്ടുണ്ട്. പുതിയ നിയമവ്യവസ്ഥ പ്രകാരവും നാം ദൈവസന്നിധിയിൽ എങ്ങനെ നടക്കണമെന്ന് പോലും നമുക്ക് തിരുവെഴുത്തുകൾ നമുക്ക് ആധികാരികമായി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുന്നത്, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ലോകത്തിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലിയതായെന്ന്, നമ്മൾ എങ്ങനെ ദൈവസഭയിൽ നടക്കണമെന്ന് പോലും തിരുവെഴുത്ത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രാധാന്യം എന്താണെന്ന് നാം ചോദിച്ചാൽ, നാം ദൈവസന്നിധിയിൽ വിശുദ്ധരായി ജീവിക്കുക എന്നുള്ളതാണ്. താടി വളർത്തിയതുകൊണ്ട് ഒരാൾ വിശുദ്ധനാകണമെന്ന് നിർബന്ധമില്ല, താടി പഠിച്ചതുകൊണ്ടും ഒരാൾ വിശുദ്ധനാകണമെന്ന് നിർബന്ധമില്ല, വെള്ള വസ്ത്രം ധരിക്കുന്നത് കൊണ്ട് ഒരാൾ വിശുദ്ധനാകണമെന്ന് നിർബന്ധമില്ല.
ആ മനോഭാവം, ക്രിസ്തുയേശുവിൻ്റെ മനോഭാവം നമ്മളിൽ ഉണ്ടാകണം. ക്രിസ്തു ആഗ്രഹിക്കുന്ന, ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധി നമ്മളിൽ ഉണ്ടാകണം. നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തിരിക്കുന്നെന്നാണ് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. പ്രാധാന്യം മനോഭാവമാണ്. ഇതുപോലെ തന്നെ ഒരു വിഷയമാണ് ഈ സ്നാനത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ പരിച്ഛേദനയെക്കുറിച്ച്. പഴയ നിയമത്തിൽ പരിച്ഛേദനയുണ്ട്. റോമലേഖനം 3-ാം അധ്യായം നാം പഠിക്കുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ പറയുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട ചില ഉദാഹരണങ്ങൾ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അന്ന് പരിച്ഛേദന ചെയ്തിരുന്നു. അന്ന് പരിച്ഛേദന ചെയ്തവരെല്ലാവരും വിശുദ്ധരാണെന്ന് ചോദിച്ചാലല്ല. റോമലേഖനം 3-ാം അധ്യായം നാം പഠിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് കാണാൻ കഴിയുന്നത് ഹൃദയത്തിൻ്റെ പരിച്ഛേദനയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹൃദയ പരിച്ഛേദനയ്ക്ക് വേണ്ടിയിട്ടാണ് അഗ്രം മുറിക്കൽ എന്ന പരിച്ഛേദനയിലേക്ക് ദൈവം കൊണ്ടുവന്നത്. അവരെ ആ അഗ്രചർമ്മം മുറിക്കുമ്പോൾ അവരെ ഹൃദയത്തിൽ ഉണ്ടാകണം, എൻ്റെ ഹൃദയത്തിന് പരിച്ഛേദന ഉണ്ടാകണം, ഞാൻ ഹൃദയ പരിച്ഛേദന ഉള്ളവനായി ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടുള്ള ഒരു ഉടമ്പടി പോലെയാണ് പരിച്ഛേദന എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയമാണ്, നമ്മുടെ മനസാക്ഷിയാണ് പ്രാധാന്യം. ഹൃദയത്തിൽ നാം വിശുദ്ധരാണെങ്കിൽ, നാം ദൈവസന്നിധിയിൽ വിശുദ്ധരാണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ, നാം വിലയേറിയ വസ്ത്രം ധരിക്കുന്ന കൊണ്ടല്ല വിശുദ്ധീകരിക്കപ്പെടുന്നത്, അഥവാ ക്ലീൻ ഷേവ് ചെയ്യുന്ന കൊണ്ടല്ല വിശുദ്ധീകരിക്കപ്പെടുന്നത്, അഥവാ സ്ത്രീകൾ പൊന്നണിയുന്നത് കൊണ്ടല്ല വിശുദ്ധീകരിക്കപ്പെടുന്നത്. ഇനി പൊന്നണിയാതിരുന്നാലും വിശുദ്ധരാണെന്ന് നിർബന്ധമില്ല. അവരുടെ മനോഭാവം വിശുദ്ധമായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ മനോഭാവം ക്രിസ്തുവിലെപ്പോഴും വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കണം. നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കണം. നമ്മുടെ മനസാക്ഷി ദൈവസന്നിധിയിൽ വിശുദ്ധീകരിക്കപ്പെടണം. നമ്മുടെ മനസാക്ഷി നമ്മളെ കുറ്റം വിധിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ വിഷയത്തോടുള്ള സംബന്ധിച്ച് എങ്ങനെ പരിഹരിക്കണമെന്ന് നാം ചിന്തിക്കേണ്ടത്. നമ്മുടെ മനസാക്ഷി നമ്മളെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് പ്രശ്നമില്ല. ഇതിനോട് ബന്ധപ്പെട്ട് ഈ വിഷയം പറഞ്ഞു വന്നപ്പോൾ മറ്റൊരു വിഷയം കൂടി എൻ്റെ ഹൃദയത്തിലേക്ക് ഓർമ്മ വരികയാണ്. അപ്പോസ്തലനായ പൗലോസ് ആഹാര സംബന്ധമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, നിങ്ങളെ ഒരുവൻ സ്നേഹത്താൽ നിങ്ങളെ ഒരു സദ്യയ്ക്ക് അഥവാ ഒരു അല്പം ആഹാരം കഴിക്കാൻ വിളിച്ചാൽ നിങ്ങൾക്ക് അവനോട് സ്നേഹമുണ്ടെങ്കിൽ, ആ വിളിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവനോട് കൂടി ഭക്ഷണം കഴിക്കും. അതുകൊണ്ട് പ്രയാസമില്ല. പക്ഷെ ആ വിളിച്ചവൻ പറയുകയാണ് ഇത് വിഗ്രഹാർപ്പിതമാണെന്ന് നിങ്ങളോട് പറഞ്ഞാൽ, പറഞ്ഞവൻ്റെ മനസാക്ഷി നിമിത്തം നിങ്ങളത് കഴിക്കരുതെന്ന്. നമുക്ക് കഴിക്കണമെങ്കിൽ കഴിക്കാം. പക്ഷെ ആ പറഞ്ഞവൻ്റെ മനസാക്ഷി നമ്മളോട് അറിയിച്ചു, അവൻ്റെ മനസാക്ഷിക്ക് നമ്മൾ കഴിക്കുന്ന വിഗ്രഹാർപ്പിതമാണെന്ന് അവന് ബോധ്യപ്പെട്ടാൽ നമ്മളത് കഴിക്കരുതെന്നാണ്. അപ്പോൾ അവിടെയും പ്രശ്നം നമ്മളെ മനസാക്ഷിയല്ല, അറിയിച്ചവൻ്റെ മനസാക്ഷിയാണ്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി വിഷയങ്ങളുണ്ട്. ഒത്തിരി ഉപദേശപരമായിട്ടുള്ള പല വിഷയങ്ങൾ ഇതുപോലെയുണ്ട്. ഇത് നല്ല ചോദ്യമായിട്ട് ഞാൻ കാണുന്നു. ഇതുപോലുള്ള അനേക ചോദ്യങ്ങൾ ചോദിക്കണം. കാരണം തിരുവെഴുത്ത് പഠിക്കുന്നവർക്ക്, ഒരു വിഷയം പഠിക്കുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും ചോദ്യങ്ങളുണ്ടാകും, സംശയങ്ങളുണ്ടാകും. അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നല്ല കാര്യമാണ്. ഞാനതിൽ വളരെ സന്തോഷവാനാണ്. കാരണം ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കണമെന്നാണ് ഞാൻ പലപ്പോഴും ആഗ്രഹിക്കുന്നത്. ഞാനും എനിക്കുള്ള പല സംശയങ്ങളും എന്നേക്കാൾ സീനിയറായിട്ടുള്ള ദേവദാസന്മാരുമായിട്ട് ചോദിച്ച് പഠിക്കാറുണ്ട്. അതിനുള്ള അവരെ നേരിട്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരെഴുതിയ പുസ്തകങ്ങൾ പലപ്പോഴും നമുക്കത് കാണാൻ കഴിയും. ഇതിപ്പോൾ ഒരു നല്ലൊരു സാഹചര്യമാണ്. ഇതുപോലുള്ള മാധ്യമങ്ങളുള്ളത് കൊണ്ട് നമുക്ക് പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാനും ആൻസറുകൾ പറയാനും നേരിട്ട് സംസാരിക്കുന്നത് പോലെ വീഡിയോയിലാണെങ്കിലും ഒക്കെ നമുക്ക് സംസാരിക്കാനൊക്കെ കഴിയും. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെയുള്ളൊരു ചോദ്യം ചോദിച്ചതുകൊണ്ട്. അങ്ങനെയുള്ള കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരിമാരായാലും സഹോദരന്മാരാണെങ്കിലും നിങ്ങളുടെ മനസാക്ഷിയെ സംബന്ധിച്ചാണ് ദൈവസന്നിധിയിൽ കുറ്റക്കാരാകുന്നത്. കൽപ്പന ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നാം അതനുസരിക്കുന്നെങ്കിൽ, ദൈവം പറയുന്നത് അനുസരിക്കാൻ നമ്മുടെ മനസാക്ഷിയെ നാം ഒരുക്കിയാൽ മാത്രം മതി. ദൈവം പറയുന്നത് നമ്മൾ അനുസരിക്കാൻ ദൈവം മുമ്പാകെ നാം നീതീകരിക്കപ്പെടും. അതനുസരിച്ചാൽ നാം മനുഷ്യനെ കാണിക്കുന്നവരായിട്ടല്ല, ദൈവത്തിന് പ്രസാദമാകുമാർ നാം ദൈവസന്നിധിയിൽ ജീവിക്കുക എന്നുള്ളതാണ് പ്രാധാന്യം. അതിന് മറ്റുള്ളവർ എന്നെ അങ്ങനെ പറയുന്നു, ബട്ട് എൻ്റെ മനസാക്ഷിക്ക്
ദൈവം മുമ്പാകെ കുറ്റമില്ല. എന്നാൽ മറ്റൊരുവൻ അത് പറയുമ്പോൾ നമ്മുടെ മനസാക്ഷിക്ക് അത് പ്രയാസമായി തീരുന്നെങ്കിലും നിങ്ങളുടെ മനോഭാവങ്ങളെയാണ് കർത്താവ് കാണുന്നത്. ക്രിസ്തുയേശുവിൽ നല്ല മനോഭാവമുള്ളവരായി ജീവിക്കുക, ക്രിസ്തുവിന് പ്രസാദമാകുമാറ് ജീവിക്കുക. വലിയേറിയ വസ്ത്രം ധരിക്കുന്നതുകൊണ്ടോ, പൊന്ന് ധരിക്കുന്നതുകൊണ്ടോ, ഇനി താടി വെച്ചത് കൊണ്ടോ, ക്ലീൻ ഷേവ് ചെയ്യുന്നതുകൊണ്ടോ, വെള്ള വസ്ത്രം ധരിച്ചത് കൊണ്ടോ നാം വിശുദ്ധരാകണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയുള്ളവരെല്ലാവരും വിശുദ്ധരാകണമെന്നും അർത്ഥമില്ല. എന്നാൽ നാം മുമ്പാകെ വിശുദ്ധീകരിക്കപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്, മനുഷ്യൻ്റെ മുമ്പാകെയല്ല. ആയതുകൊണ്ട് ഇതുപോലുള്ള ചോദ്യങ്ങൾ നല്ലതാണ്. ഇതുപോലുള്ള ചോദ്യങ്ങൾ അനേകരും ചോദിക്കണമെന്ന് ഞാൻ ക്രിസ്തുവിൽ ആഗ്രഹിക്കുന്നു. ചോദിച്ച ആ സഹോദരന്മാരോടുള്ള നന്ദിയെ രേഖപ്പെടുത്തുന്നു. ദൈവം ധാരാളമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം, ജാഗ്രതയോടെ ആയിരിക്കാം. കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.